റൗള കഴിഞ്ഞ് പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഇത് മെഹ്റാബ് ഫാത്തിമ. നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹ ഇഅ്തികാഫിരുന്ന സ്ഥലത്തുള്ള നിർമ്മിക്കപ്പെട്ട മെഹ്റാബാണ്. മെഹ്റാബ് ഫാത്തിമ എന്ന് പറയും. ഇത് റൗളയിൽപ്പെട്ടതല്ല കേട്ടോ. ഇത് ആ കാണുന്ന മിമ്പര് മുതൽ അങ്ങേയറ്റം വരെ അതാണ് ശരിക്കും റൗള. ഇത് മഖാമു ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറി നിന്നിരുന്ന സ്ഥലമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് വിളിക്കുവാൻ വേണ്ടി അന്ന് ഉയർത്തി കെട്ടപ്പെട്ട തടിയുടെ ഒരു മാടം പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതാണ്. പിന്നീട് ഇത് വിപുലീകരിച്ച് മാർബിളൊക്കെ ആയി ഇപ്പോഴും ഓരോ വക്കത്തിനും ബാങ്ക് വിളിക്കുന്നത് എൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ്. ഓരോ തൂണും ഓരോ ലൈറ്റും നബി തങ്ങളുടെ ചരിത്രം പറയും. കാരണം ഓരോ ലൈറ്റിലും എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാഷാ അല്ലാഹ്, നാട്ടിലുള്ളവരെ ഇതൊക്കെ കാണണ്ടേ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് യഥാർത്ഥത്തിൽ പഴയ മസ്ജിദ് നബവി. മസ്ജിദ് നബവിയുടെ ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. പഴയ മസ്ജിദ് നബവിയുടെ മുറ്റത്തുള്ള മുറ്റമാണിത്. ആ മുറ്റത്ത് 6 തൂണുകളും 6 കുടകളും മസ്ജിദ് നബവിയുടെ മുമ്പിലുള്ള കുടകൾ പോലെ വിദൂര നിയന്ത്രിത കുടകളുണ്ട്. ഇതാണ് പഴയ മസ്ജിദ് നബവിയുടെ മുറ്റം. അങ്ങ് കാണുന്ന മറ്റൊരു സ്ഥലമുണ്ട്, അത് പുതിയ മസ്ജിദ് നബവിയുടെ മുറ്റം. അത് വിപുലീകരിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന മസ്ജിദ് നബവിയുടെ മുറ്റമാണ് അങ്ങ് കാണുന്ന 6 കുടകളുണ്ട്. റൗദയിൽ കയറിയവർ ഇറങ്ങുന്നത് ഇതേ വഴിയിലാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് ഇവിടെ ഇനിയും ഒരുപാട് തവണ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തി നിസ്കരിക്കുവാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.